നമസ്കാരം. ജി ഫോം എഡ്യൂക്കേഷണൽ സൊല്യൂഷൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് കരുതുന്നു. ഈ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് CBSE 10th സ്റ്റാൻഡേർഡിൻ്റെ 10th ലെസൺ, സയൻസിൻ്റെ 10th ലെസൺ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന ലെസൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ 1ഉം 2ഉം ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കണ്ടെടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ലൈറ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് ലഘുവായ വിശദീകരണം നൽകി. രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ റിഫ്ലക്ഷൻ, പ്ലെയിൻ മിററുകൾ എന്നിവയെക്കുറിച്ച് പഠിച്ചു. അവിടെ നമ്മൾ പ്ലെയിൻ മിററെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മിററിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു മിററുകൾ 2 തരത്തിലുണ്ട്. ഒന്ന് പ്ലെയിൻ മിറർ, മറ്റൊന്ന് സ്പെറിക്കൽ മിറർ. പ്ലെയിൻ മിറർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് നിവർന്നതാണ് എങ്കിൽ, പ്ലെയിൻ ആണ് എങ്കിൽ നമ്മളതിനെ പ്ലെയിൻ മിറർ എന്ന് പറയുന്നു. ഇനി നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത് സ്പെറിക്കൽ മിററുകളെ കുറിച്ചാണ്. എന്താണ് സ്പെറിക്കൽ മിറർ? നമുക്ക് ആദ്യം ഒന്ന് സ്പെറിക്കൽ മിററിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഇഫ് ദി റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ മിറർ ഈസ് കർവ്ഡ്, ഇറ്റ് ഈസ് കോൾഡ് സ്പെറിക്കൽ മിറർ. സോ സ്പെറിക്കൽ മിററിനെ ഒന്നുകൂടെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ഒരു മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് വളഞ്ഞതാണെങ്കിൽ, കർവ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്പെറിക്കൽ മിറർ. സ്പെറിക്കൽ മിറർ 2 തരത്തിലുണ്ട്. കോൺവെക്സ് മിററുകളും കോൺകേവ് മിററുകളും. നമ്മളിപ്പോൾ സാധാരണ നമുക്കൊരു സ്പെറിക്കൽ മിറർ പെട്ടെന്ന് ബോഡി വരയ്ക്കുമ്പോൾ ഒരു വളഞ്ഞ വര മാത്രമേ വരയ്ക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ നിങ്ങൾ അതിനെ 3 ഡയമെൻഷനിലായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പൂൺ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു സ്പൂണിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്പൂണിൻ്റെ ഒരു വശം, മുൻവശം നമുക്ക് ഇങ്ങനെ അകത്തേക്ക് കർവ് ചെയ്തും ബാക്ക് വശം ഇങ്ങനെ പുറത്തേക്ക് കർവ് ചെയ്തും ഇരിക്കും. അപ്പോൾ ഇത്തരത്തിൽ 2 തരത്തിലാണ് മിറർ ഉള്ളത്. അകത്തേക്ക് കർവ് ചെയ്ത മിററും പുറത്തേക്ക് കർവ് ചെയ്ത മിററും. അങ്ങനെ ആണ് നമ്മൾ മിററിനെ കോൺകേവ് എന്നും സ്പെറിക്കൽ മിററിനെ കോൺകേവ് എന്നും കോൺവെക്സ് എന്നും നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് ഡയഗ്രമായിട്ടൊന്ന് വരച്ചു നോക്കാൻ ശ്രമിക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരു മിറർ ആണ് എങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനൊരു വളഞ്ഞ വര വരും. സോ ഇതാണ് ഒരു മിറർ. നമ്മൾ 2 ഡയമെൻഷണൽ സർഫസിൽ വരയ്ക്കുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ റിയൽ വേൾഡ് എന്ന് പറയുന്നത് 3 ഡയമെൻഷനാണ്. നമുക്ക് കാണുന്ന വസ്തുക്കളെല്ലാം നമുക്ക് 3 ഡയമെൻഷനിൽ മാത്രമേ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ മനസ്സിൽ നമ്മൾ പറയുന്ന നമ്മൾ ബ്ലാക്ക് ബോർഡിൽ വരയ്ക്കുന്നത് 2 ഡയമെൻഷൻ ആണെങ്കിലും നിങ്ങളതിന് 3 ഡയമെൻഷനിൽ മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളുടെ ഡെപ്ത് നിങ്ങളുടെ മനസ്സിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഇതൊരു മിററാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ മിററിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ വർഷം ഉപയോഗിക്കുന്ന സൈൻ കൺവെൻഷൻസ് നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ മിറർ വരയ്ക്കുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ തിരിച്ച് മാത്രമേ വരയ്ക്കാവൂ. ദാറ്റ് മീൻസ് ദി റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് മിറർ ഷുഡ് ഫേസ് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ്. സോ ഇവിടെ നമുക്ക് അനുമാനിക്കാം ഈ മിററിൻ്റെ ഈ വശമാണ്, അതായത് ലെഫ്റ്റ് സൈഡ്, ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നു. സോ ഇത് ബാക്ക് സൈഡ് ആണ്, നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ഇത് ഫ്രണ്ട് ആണ്, ദാറ്റ് ഇസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. കോൺകേവ് മിറർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കോൺകേവ് മിററിൻ്റെ ഇത് കോൺകേവ് ആണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. നമ്മൾ കോൺവെക്സ് മിറർ വരയ്ക്കുമ്പോൾ സർഫസ്, റിഫ്ലക്റ്റിംഗ് സർഫസ് കോൺവെക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് കോൺവെക്സ് മിറർ ഇരിക്കുന്നത്. റിഫ്ലക്റ്റിംഗ് സർഫസ് ഇതാണ്, ഇത് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോൾ നമുക്ക് കോൺകേവ് മിററിനെയും കോൺവെക്സ് മിററിനെയും ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. എന്താണ് കോൺകേവ് മിറർ? ഇഫ് ദി റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ മിറർ is curved inward, it is called a concave mirror. Cave like, concave, cave പോലെ, ഗുഹ പോലെ. അപ്പോൾ ഒരു കോൺകേവ് മിററിൻ്റെ കേസിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് അകത്തേക്ക് വളഞ്ഞത് ആയിരിക്കും. നമ്മുടെ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ സ്പൂണിൻ്റെ ദാറ്റ് ഇസ് നമ്മൾ സ്പൂണിൽ സാധനങ്ങൾ കോരിയെടുക്കുന്ന ആ വശം അതിരിക്കുന്നത് പോലെയാണ് ഒരു കോൺകേവ് മിറർ ഇരിക്കുന്നതെന്ന് മനസ്സിൽ സങ്കല്പിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, എന്താണ് കോൺകേവ് മിറർ? ഇഫ് ദി റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ മിറർ ഈസ് കർവ്ഡ് ഇൻവേർഡ്, ഇറ്റ് ഈസ് കോൾഡ് കോൺകേവ് മിറർ.
അതിന് എന്താണ് കോൺവെക്സ് മിറർ? ഇൻ ദ കേസ് ഓഫ് കോൺവെക്സ് മിറർ, ദ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വേർഡ്, പുറത്തേക്ക് ഉന്തി നിൽക്കും, വളഞ്ഞു നിൽക്കും. സോ ഇൻ കോൺവെക്സ് മിറർ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇസ് കർവ്ഡ് ഔട്ട്വേർഡ്. ഇത് രണ്ടുമാണ് നമുക്ക് സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നു, എന്താണ് സ്പെറിക്കൽ മിറർ, എന്താണ് കോൺകേവ് മിറർ, എന്താണ് കോൺവെക്സ് മിറർ. If the reflecting surface of a mirror is curved, it is called a spherical mirror. Spherical mirrors can be classified into two, concave mirrors and convex mirrors. In the case of concave mirrors, the reflecting surface is curved inward, and in the case of convex mirrors, the reflecting surface is curved outward. വ്യക്തമായിട്ട് ഈ മിററിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് മനസ്സിലാക്കി എന്ന് കരുതുന്നു. ഇനി നമ്മൾ എന്തുകൊണ്ട് സ്പെറിക്കൽ മിറർ എന്ന് പറയുന്നത്? എന്താ, നമുക്ക് സ്പിയർ നിങ്ങളെല്ലാം കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്പിയർ നമുക്കൊരു ബോഡി വരയ്ക്കുമ്പോൾ നമുക്കൊരു സർക്കിൾ പോലെ മാത്രമേ എനിക്കൊരു സ്പിയറിൻ്റെ ബോഡി വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ സർക്കിളും സ്പിയറും രണ്ടാണ്. സർക്കിൾ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ ഫിഗർ ആണ്. സോ നിങ്ങൾക്ക് അതിനൊരു 2 ഡയമെൻഷണൽ സർഫസ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. റിയൽ ലൈഫിൽ പെർഫെക്റ്റ്ലി സർക്കിൾ എന്ന് പറയാവുന്ന ഒരു തിങ്സിനെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് സർക്കുലർ ഷേപ്പിൽ ഏതെങ്കിലും വെസൽസിൻ്റെയൊക്കെ എഡ്ജുകളും മറ്റൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാമെങ്കിലും പെർഫെക്റ്റ്ലി സർക്കിൾ എന്ന് പറയാവുന്ന ഒരു ഫിഗേഴ്സിനെയും, ഒരു 2 ഡയമെൻഷണൽ ഫിഗേഴ്സിനെയും നിങ്ങൾക്ക് റിയൽ ലൈഫിൽ കാണാൻ പറ്റില്ല. എന്നാൽ സ്പിയർ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ ഫിഗറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 3 ഡയമെൻഷണൽ വേൾഡിൽ സ്പെറിക്കൽ തിങ്സിന് ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റും. ഏറ്റവും നമുക്ക് നല്ലൊരു ഉദാഹരണം, നമുക്കൊരു പന്ത് എടുക്കാം. നിങ്ങൾ കളിക്കുന്ന ഒരു പന്ത്, അത് 3 ഡയമെൻഷനിലാണ്. അതിൻ്റെ ഷേപ്പാണ് സ്പെറിക്കൽ. ഞാൻ ആ പന്തിനെ എടുത്ത് ഒരു ഭാഗം ഇങ്ങനെ സ്ലൈസ് ചെയ്തു, ഇങ്ങനെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മിറർ കിട്ടി. സോ ഈ ഇത് മിറർ, ഞാനിപ്പോൾ എടുത്ത മിറർ നിങ്ങൾ നേരത്തെ വരച്ചത് നമ്മൾ മനസ്സിലാക്കി, ഇതൊരു കോൺകേവ് മിററാണ്. അപ്പോൾ ഇവിടെ ഞാനിത് സ്പിയറിൽ നിന്നാണ് ഇതിനെ സ്ലൈസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് മിറർ ഈസ് എ പാർട്ട് ഓഫ് സ്പിയർ. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ സ്പെറിക്കൽ മിറർ. Concave mirror അല്ല, both convex mirrors and concave mirrors are parts of spheres. That is why they are called spherical mirrors. കോൺകേവ് മിറർ ആയിരുന്നാലും കോൺവെക്സ് മിറർ ആയിരുന്നാലും ഒരു സ്പിയറിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു സ്പിയറിൽ നിന്ന് സ്ലൈസ് എടുത്തത് പോലെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കാം. ക്ലിയർ ആയല്ലോ? എന്താണ് സ്പെറിക്കൽ മിറർ, എന്താണ് കോൺകേവ് മിറർ, എന്താണ് കോൺവെക്സ് മിറർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് സ്പെറിക്കൽ മിററുകളുമായിട്ട് ബന്ധപ്പെട്ട ചില ടേമുകൾ പരിചയപ്പെടണം. നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ റേ ഡയഗ്രാംസ് വരയ്ക്കുന്നതിന് വേണ്ടിയും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുന്നതിന് വേണ്ടിയും നമുക്ക് ചില ടേമുകൾ പരിചയപ്പെടേണ്ട അത്യാവശ്യമാണ്. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ടേം പോൾ. വാട്ട് ഈസ് പോൾ? എന്താണ് പോൾ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇതൊരു കോൺകേവ് മിററിനെ വരച്ചിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ റിഫ്ലക്റ്റിംഗ് സർഫസ്, റൈറ്റ് സൈഡിൽ നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇതൊരു കോൺവെക്സ് മിറർ ആണ്. ലെഫ്റ്റ് സൈഡിൽ റിഫ്ലക്റ്റിംഗ് സർഫസ്, അതുപോലെ ഇവിടെ ബാക്ക് സൈഡിൽ റൈറ്റ് സൈഡിൽ നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഞാനിപ്പോൾ എൻ്റെ ഒരു കൈ, ഇതിപ്പോൾ ഈ ഒരു കൈയുടെ ഉൾഭാഗം ഒരു മിറർ പോലെ ഞാൻ ചിന്തിച്ചാൽ ഈ കൈയുടെ ഉൾഭാഗത്ത് നടുക്ക് ഒരു പോയിന്റ് എനിക്ക് സങ്കല്പിക്കാൻ പറ്റും. അല്ല, ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ നടുക്കുള്ള ഒരു പോയിന്റ്, ആ പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് പോൾ. So what is pole? Pole is the geometric center of reflecting surface of a spherical mirror. So this term is applicable both for concave mirrors and convex mirrors. ഞാൻ നേരത്തെ പറഞ്ഞത് സ്പെറിക്കൽ മിറർ എന്നാണ് പറഞ്ഞത്. കോൺകേവ് എന്നോ കോൺവെക്സ് എന്നോ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. So once again, what is pole? Pole is the geometric center of the reflecting surface of a spherical mirror. ഒരു സ്പെറിക്കൽ മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ജോമെട്രിക് സെന്ററിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മിറർ നമ്മൾ സങ്കല്പിച്ചാൽ ഇതാണ് ഇതിന്റെ പോൾ, ഇതാണ് ഇതിന്റെ പോൾ. സോ ഇത് രണ്ടും പോളാണ്. നേരത്തെ ഞാൻ പറഞ്ഞു 2 ഡയമെൻഷണൽ ഫിഗർ ആയതുകൊണ്ട്, നമ്മൾ വരയ്ക്കുന്ന 2 ഡയമെൻഷൻ ആയതുകൊണ്ട് തന്നെ ഈ വരയുടെ നടുക്ക് മാത്രമേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. റിയലി ഇത് വരയുടെ നടുക്കല്ല വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ ഇതൊരു കോൺവെക്സ് സർഫസ് ആണ് എങ്കിൽ ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് സ്പോട്ട് ഇട്ട ഭാഗം, അതാണ് അതിന്റെ സെന്റർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. സോ പോൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വാട്ട് ഈസ് സെന്റർ ഓഫ് കർവേച്ചർ. Center of curvature.
പോളിന്റെ സ്പെല്ലിംഗ് POLE എന്നാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് CENTRE, സെന്റർ ഓഫ് കർവേച്ചർ. എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെന്റർ ഓഫ് കർവേച്ചർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ സ്പെറിക്കൽ മിറേഴ്സും ഒരു സ്പിയറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഒരു സ്പിയർ ആണ്. ഞാൻ ഈ സ്പിയറിനെ സ്ലൈസ് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ ഒരു കോൺകേവ് മിറർ ഇപ്പം ഞാൻ ഇവിടെ ഫോം ചെയ്തു കരുതുക. അപ്പം ഞാൻ നേരത്തെ വരച്ച ഈ ഒരു സ്പിയറിന് ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്ററിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. അത് കോൺകേവ് മിററിന്റെ കേസ്, കോൺവെക്സ് മിററിന്റെ കേസിൽ നമ്മൾ വരയ്ക്കാൻ ശ്രമിച്ചാലും കോൺവെക്സ് മിററും ഒരു സർക്കിളിന്റെ പാർട്ടാണ്. അതിനൊരു സെന്റർ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. സോ സെന്റർ ഓഫ് കർവേച്ചർ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സെന്റർ ഓഫ് കർവേച്ചർ is the center of the sphere of which spherical mirror is a part എന്ന് പറയാം. അല്ലെങ്കിൽ spherical mirrors are parts of spheres. The center of such a sphere is called a center of curvature എന്ന് വേണമെങ്കിലും പറയാം. ഒരു സ്പെറിക്കൽ മിററുകളെല്ലാം സ്പിയറുകളുടെ ഭാഗങ്ങളാണ്. അങ്ങനെ ഏത് സ്പിയറിന്റെ ഭാഗമായിട്ടാണോ ഒരു സ്പെറിക്കൽ മിറർ വരുന്നത് ആ സ്പിയറിന്റെ സെന്ററിനെ നമുക്ക് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയാം. ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് സെന്റർ ഓഫ് കർവേച്ചർ? സെന്റർ ഓഫ് കർവേച്ചർ ഈസ് ദി സെന്റർ ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് സ്പെറിക്കൽ മിറർ ഈസ് എ പാർട്ട്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വാട്ട് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ. വാട്ട് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ? റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് കോൺകേവ് മിററിന്റെ കേസിലും കോൺവെക്സ് മിററിന്റെ കേസിലും നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഇത് ഇപ്പോൾ ഇവിടെ സ്പിയർ വരികയാണെങ്കിൽ ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഇത് പോളാണ്, നേരത്തെ ഡിഫൈൻ ചെയ്തു. ഇവിടെ റൈറ്റ് സൈഡിലോട്ടാണ് ഇങ്ങനെ കർവ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് സെന്റർ ഓഫ് കർവേച്ചറും ഇതിനെ പോൾ എന്നും പറയാം. ക്ലിയർ? ദിസ് ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഹിയർ ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. So what is radius of curvature? The distance between center of curvature and pole is called radius of curvature. Or we can say that the distance between center of curvature and any one of the points on the reflecting surface of a spherical mirror is called radius of curvature. എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ സെന്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഏത് പോയിന്റിലേക്കും ഒരേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. അതിനെല്ലാം നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. ഈ റേഡിയസ് ഓഫ് കർവേച്ചർ വരയ്ക്കുന്ന ഈ ലൈൻ, അല്ലെങ്കിൽ നമ്മൾ സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ എപ്പോഴും മിററിൽ വന്ന് തട്ടുന്നത് നോർമൽ ആയിട്ടായിരിക്കും. എനി ലൈൻ ദാറ്റ് ഈസ് ഡ്രോൺ ഫ്രം ദി സെന്റർ ഓഫ് കർവേച്ചർ to the reflecting surface of a spherical mirror is always normal to the surface of the mirror. ഇവിടെ മിററിന്റെ സർഫസ് കർവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു വ്യക്തമായ ഒരു പ്ലെയിൻ സർഫസ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് നമുക്ക് അവിടെ ഒരു പ്ലെയിൻ സർഫസ് എന്ന് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ എടുത്താൽ എനിക്ക് അവിടെ ഒരു ടാൻജന്റിന്, ഒരു സ്പർശരേഖ ടാൻജന്റിനെ സങ്കല്പിക്കാം. ആ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ ലൈൻ വരുന്നത്. അത് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നുണ്ട്. ദ റേഡിയസ് ഡോൺ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജന്റ് എന്ന കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മാത്തമെറ്റിക്കലായ കോൺസെപ്റ്റിലോട്ട് ഇപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിന് വലിയ ഡെപ്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, സെന്റർ ഓഫ് കർവേച്ചർ വഴി ഏതൊരു ലൈറ്റ് റേ മിററിലോട്ട് വന്നാലും അത് തീർച്ചയായിട്ടും മിററിന്റെ സർഫസിന് നോർമൽ ആയിരിക്കും എന്നൊരു കോൺസെപ്റ്റ് മാത്രം ഇപ്പോൾ നിങ്ങൾ തൽക്കാലത്തേക്ക് മനസ്സിലാക്കിയാൽ മതി. അല്ല മറ്റു കൂടുതൽ ഡെപ്തിലോട്ട് ഇവിടെ പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ പോള് പറഞ്ഞു, സെന്റർ ഓഫ് കർവേച്ചർ പറഞ്ഞു, അതുപോലെ റേഡിയസ് ഓഫ് കർവേച്ചർ പറഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് വെച്ചാൽ എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഞാനിപ്പോൾ നേരത്തെ ഇതിന് റേഡിയസ് വരയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈൻ ഇവിടെ ഈ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോളിലോട്ട് ഈ ലൈനെ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ലൈനെ ഞാനൊരു ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താൽ ഈ കിട്ടുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ദിസ് ലൈൻ ഈസ് കോൾഡ് principal axis. So what is principal axis? The imaginary straight line passing through the center of curvature and pole is called principal axis. Once again, what is principal axis? The imaginary straight line passing through the center of curvature and pole is called principal axis. നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെയും പോളിൽ കൂടെയും കടന്നു പോകുന്ന സാങ്കല്പികമായ ഇമാജിനറി ആയ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ക്ലിയർ?
ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ട ടേം എന്ന് പറയുന്നത് ഫോക്കസ്. എന്താണ് ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കൽ പോയിന്റ്? അത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ അതുകൊണ്ട് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു കോൺകേവ് മിറർ വരച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു കോൺവെക്സ് മിററും വരച്ചിട്ടുണ്ട്. എന്താണ് പോൾ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്നും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് പോൾ മാർക്ക് ചെയ്യാം, സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യാം, പ്രിൻസിപ്പൽ ആക്സിസും വരയ്ക്കാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇൻ ദ കേസ് ഓഫ് കോൺകേവ് മിറർ, സെന്റർ ഓഫ് കർവേച്ചർ ഈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മിറർ, that is in front of the mirror, whereas in the case of convex mirror, center of curvature is on the right side or behind the mirror. കോൺകേവ് മിററിന്റെ കേസിൽ സെന്റർ ഓഫ് കർവേച്ചർ ലെഫ്റ്റ് സൈഡിലാണെന്നോ മിററിന്റെ മുൻപിലാണോ ആണെന്നോ നമുക്ക് പറയാം. എന്നാൽ കോൺവെക്സ് മിററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ബിഹൈൻഡ് ദ മിറർ ആണ്, മിററിന്റെ പുറകുവശത്താണ്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും. ആ ഒരു പോയിന്റ് നിങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോക്കസ് ആണ് അടുത്ത് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് സെന്റർ ഓഫ് കർവേച്ചറിനും പോളിനും ഇടയ്ക്ക് എനിക്ക് ഒരു പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്യാം. ആ പോയിന്റിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഫോക്കസ് ഓർ പ്രിൻസിപ്പൽ ഫോക്കസ്. സോ പോൾ ഈസ് എ പോയിന്റ് ഇൻ ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ പോൾ ഓഫ് എ സ്പെറിക്കൽ മിറർ. ഒരു സ്പെറിക്കൽ മിററിന്റെ പോളിനും സെന്റർ ഓഫ് കർവേച്ചറിനും ഇടയ്ക്ക് വരുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അതിനെ അങ്ങനെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് അതിനെ പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ആ പോയിന്റിന് എന്താണ് സിഗ്നിഫിക്കൻസ് അത് വെച്ചുകൊണ്ട് നമ്മൾ വ്യക്തമായി ഡിഫൈൻ ചെയ്യണം. നമുക്കത് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. നോക്കിക്കോളൂ, എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ്? ഇപ്പൊ ഞാൻ ഒരു കോൺകേവ് മിററിന്റെ കേസിൽ അതിന്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ഞാൻ ലൈറ്റ് റേസ് വരച്ചാൽ, ആ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം ഒരു കോമൺ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ കോമൺ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ക്ലിയർ? അപ്പോൾ ഒരു കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു കോമൺ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ എക്സാമിനേഷന് ഡിഫൈൻ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ പോയിന്റ് ഇൻ ബിറ്റ്വീൻ പോൾ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ മാർക്ക് തരില്ല. നമ്മൾ അതിന് ടെക്നിക്കൽ സാങ്കേതികമായ വ്യക്തമായ ഡെഫിനിഷൻ തന്നെ പറയണം. സോ ഒന്നുകൂടെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഡിഫൈൻ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും കേസിൽ പോൾ, സെന്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവായിട്ട് കോമൺ ആയിട്ട് ഒരേ രീതിയിൽ തന്നെയാണ് ഡെഫിനിഷൻസ് കൊടുക്കുന്നത്. പക്ഷേ പ്രിൻസിപ്പൽ ഫോക്കസ് വരുമ്പോൾ രണ്ടിനും പ്രത്യേകം ഡെഫിനിഷൻസ് ഉണ്ട്. പ്രത്യേകം അവർ മാറ്റി മാറ്റി ചോദിക്കും. ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ഡിഫൈൻ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ ഓർ ഡിഫൈൻ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് മിറർ. രണ്ടിനും രണ്ട് ആൻസറാണ്. പോളിന്റെ കേസിലോ റേഡിയസ് ഓഫ് കർവേച്ചറിലോ അങ്ങനെ ഓരോ മിററിനും പ്രത്യേകമായിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. സോ നമുക്ക് കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. ദ ലൈറ്റ് റേസ് കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് മിറർ after reflection will meet at a common point on the principal axis, which is called the principal focus of concave mirror. ഒന്നുകൂടെ, the light rays coming parallel to the principal axis of concave mirror after reflection will meet at a common point on the principal axis, which is called the principal focus of concave mirror. ഇനി നമുക്ക് കോൺവെക്സ് മിററിലോട്ട് പോകാം. ഈ കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലൈറ്റ് റേസ് ഞാൻ വരച്ചു. ഇതും നമുക്ക് റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഈ റിഫ്ലക്ട് ചെയ്യുമ്പോൾ സ്പെറിക്കൽ മിററിന്റെ കേസിലും റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ലൈറ്റ് റേസ് ലോസ് ഓഫ് റിഫ്ലക്ഷൻസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒബേ ചെയ്തിട്ടാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ ഇതൊരു ഡൈവർജന്റ് ബീമായിട്ടാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. പക്ഷേ നമുക്ക് ഈ ലൈറ്റ് റേസ് ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് നോക്കിയാൽ ഇതൊരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് മിറർ. സോ ഒരു കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു കോമൺ പോയിന്റിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ തോന്നും. ആ പോയിന്റിനെ കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നു. ക്ലിയർ? ഒന്നുകൂടെ,
the light rays coming parallel to the principal axis of convex mirror after reflection seems to diverge from a common point on the principal axis, which is called a principal focus of convex mirror. അപ്പോൾ കോൺവെക്സ് മിററിൻ്റെയും കോൺകേവ് മിററിൻ്റെയും പ്രിൻസിപ്പൽ ആക്സിസ് എന്താണെന്ന് ഞാൻ വ്യക്തമായി ഡിഫൈൻ ചെയ്തു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ഈസ് ഫോക്കൽ ലെങ്ത്. നമ്മളിവിടെ ക്യാപിറ്റൽ ലെറ്റർ എഫ് കൊണ്ടാണ് നമ്മൾ ഈ പ്രിൻസിപ്പൽ ഫോക്കസിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തത്. ഈ പ്രിൻസിപ്പൽ ഫോക്കസ് മുതൽ പോൾ വരെ ഒരു ദൂരമുണ്ട്. ഇവിടെ പ്രിൻസിപ്പൽ ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ദൂരം, അതിന് ഞാൻ സ്മോൾ എഫിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അതിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ focal length is the distance between principal focus and pole. Focal length is the distance between principal focus and pole. Principal focusനും പോളിനും ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് മനസ്സിലായാലും ഈ പറഞ്ഞ ടേമുകളെല്ലാം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ടേമുകളാണ്. ഇനി നമുക്ക് ഒരു ടേം കൂടി ഇവിടെ പ്രധാനമായിട്ടും പരിചയപ്പെടാവുന്നുണ്ട്. അത് അപ്പർച്ചർ എന്നാണ് പറയുന്നത്. അപ്പർച്ചർ, അതും കൂടെ നമുക്ക് നോക്കാം. എന്താണ് അപ്പർച്ചർ? ഇപ്പൊ നമ്മളുടെ സ്പെറിക്കൽ മിറർ, ഇപ്പൊ കോൺകേവ് മിറർ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കോൺകേവ് മിററിന്റെ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന് ഒരു സർക്കുലാർ എഡ്ജ് ഉണ്ട്. ഇങ്ങനെ ഒരു സർക്കുലാർ എഡ്ജ് വരുന്നുണ്ട്. ഈ സർക്കുലാർ എഡ്ജിനെ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കണ്ടാൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ആ സർക്കുലാർ എഡ്ജിന്റെ ഡയമീറ്ററിനെ വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. ഒരു കോൺകേവ് മിറർ, ഇപ്പൊ ഇങ്ങനെ ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഇതുവരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, നമ്മളിപ്പോ ഇങ്ങനെ കോൺകേവ് മിറർ വരച്ചാൽ ഈ ഡിസ്റ്റൻസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. അത് കോൺവെക്സ് മിററിനും സെയിം രീതിയിൽ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ അപ്പർച്ചർ ഈസ് ദ ഡയമീറ്റർ ഓഫ് സർക്കുലാർ എഡ്ജ് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്പെറിക്കൽ മിറർ. ഒരു സ്പെറിക്കൽ മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സർക്കുലാർ എഡ്ജിന്റെ ഡയമീറ്ററിനെ വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടേമുകളെല്ലാം നമുക്ക് പിന്നീടും ആവശ്യമുള്ളതാണ്, അത്യാവശ്യമുള്ള ടേമുകളാണ്. എന്താണ് പോൾ, എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ്, റേഡിയസ് ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ഫോക്കസ്, ഫോക്കൽ ലെങ്ത്, അപ്പർച്ചർ. ഇത്രയും ടേമുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇതേ വീഡിയോ തന്നെ വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് ക്ലാസ് പോലെ ഒരേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ലൈവ് ക്ലാസ് ആകുമ്പോൾ കുട്ടിക്ക് റിപ്പീറ്റ് ചെയ്താൽ അധ്യാപകൻ തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു പ്രൊഫഷനുണ്ട്, നിങ്ങൾക്ക് ഇതേ വീഡിയോ തന്നെ വീണ്ടും നിങ്ങൾക്ക് ആവർത്തിച്ച് കേൾക്കാൻ സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ reflection of light rays, path of light rays after reflection by spherical mirrors. Path of light rays after reflection by spherical mirrors. Spherical mirror വന്ന് തട്ടുന്ന ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം ഏത് പാത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് രണ്ട് മിററിന്റെ കേസിലും 3 ലൈറ്റ് റേസ് മാത്രം പഠിച്ചാൽ മതി. അതുണ്ടെങ്കിലേ നമുക്ക് റേ ഡയഗ്രാംസ് വരയ്ക്കാൻ പറ്റുള്ളൂ. അതും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊരു കോൺകേവ് മിററാണ്, ഇത് ഒരു കോൺവെക്സ് മിററാണ്. ഇത് ഈ വശം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു റിഫ്ലക്റ്റിംഗ് ആണ്. ഈ ഷെയ്ഡ് ചെയ്യുന്നത് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ ബാക്ക് സൈഡ് ആണെന്ന് പറഞ്ഞു. ഇത് പ്രിൻസിപ്പൽ ആക്സിസ്, ഇവിടെ ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് പോൾ ആണെന്ന് പറഞ്ഞു, പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ. ഇവിടെയും ഇത് പോൾ, പ്രിൻസിപ്പൽ സെന്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ഫോക്കസ്. ക്ലിയർ? പിന്നെ ഒരു റിലേഷൻ കൂടെ നിങ്ങൾ പഠിച്ചുകൊള്ളണം. നമ്മളിവിടെ റേഡിയസ് ഓഫ് കർവേച്ചറിന് R എന്ന ലെറ്ററും ഫോക്കൽ ലെങ്തിന് F എന്ന ലെറ്ററുമാണ് പഠിച്ചിരിക്കുന്നത്. 2F ഈസ് ഈക്വൽ ടു R ഓർ F ഈസ് ഈക്വൽ ടു 2R/2 എന്ന് പഠിച്ചിരിക്കണം. അതായത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ് ഫോക്കൽ ലെങ്ത്. ആ ഒരു റിലേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ് രണ്ട് മിററിന്റെ കേസിലും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ പറയാൻ വന്ന പോയിന്റിലേക്ക് നമുക്ക് പോകാം. 3 ലൈറ്റ് റേസ് പഠിക്കണം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലൈറ്റ് റേ വരികയാണ് എങ്കിൽ കോൺകേവ് ലെൻസിന്റെ കേസിൽ ആ ലൈറ്റ് റേ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഫോക്കസിൽ കൂടെ പോകും. അതുപോലെ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ പോകും. ക്ലിയർ? സോ ഫസ്റ്റ് ലൈറ്റ് റേ രണ്ട് മിററിന്റെ കേസിലും പറഞ്ഞു.
In the case of concave mirror, the light ray coming parallel to the principal axis after reflection will move through the principal focus. And in the case of convex mirror, the light ray coming parallel to the principal axis after reflection seems to diverge from the principal focus. Clear? ഒന്നുകൂടെ നമ്മളിവിടെ പറഞ്ഞത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ കോൺകേവ് മിററിന്റെ കേസിലും കോൺവെക്സ് മിററിന്റെ കേസിലും എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്? കോൺകേവ് മിററിന്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ റിയലി പാസ് ചെയ്ത് പോകും. എന്നാൽ കോൺവെക്സ് മിററിന്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ തോന്നും. only seems to diverge. മറ്റത് റിയലി പാസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ രണ്ടാമത്തെ ലൈറ്റ് റേയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ലൈറ്റ് റേ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ ഒരു ലൈറ്റ് റേ വരികയാണെന്ന് കരുതുക. ദാ ഇവിടെ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ ഒരു ലൈറ്റ് റേ വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ വരുന്ന ലൈറ്റ് റേ നോർമൽ ആയിട്ടാണ് വരുന്നത്. നോർമൽ ആയിട്ട് വരുമ്പോൾ സർഫസിൽ അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇപ്പോൾ ഞാൻ സർഫസ് വരച്ചു, നോർമൽ ആയിട്ട് വരിക എന്ന് വെച്ചാൽ മേക്കിംഗ് ആംഗിൾ 90 ഡിഗ്രി. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന നിയമം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ ഇൻസിഡന്റ് റേ 90 ഡിഗ്രി വരുമ്പോൾ റിഫ്ലക്റ്റഡ് റേയും 90 ഡിഗ്രി തന്നെ തിരിച്ചു പോകും. അപ്പോൾ വന്നതുപോലെ തിരിച്ചു പോകും. ഇവിടെ വന്നതുപോലെ തിരിച്ചു പോകും. ക്ലിയർ? സെന്റർ ഓഫ് കർവേച്ചർ വരുന്ന ലൈറ്റ് വന്നതുപോലെ ആ പാത്തിൽ കൂടെ തന്നെ അങ്ങ് തിരിച്ച് പോകും. ഇവിടെ നമുക്ക് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ വരാൻ പറ്റില്ല, കാരണം സെന്റർ ഓഫ് കർവേച്ചർ ബിഹൈൻഡ് ദ മിറർ ആണ്. അപ്പോൾ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറിന് നേരെ വരുന്ന ലൈറ്റ് റേ, സെന്റർ ഓഫ് കർവേച്ചറിന് നേരെ വരുന്ന ലൈറ്റ് റേ വന്നതുപോലെ തിരിച്ചു പോകും. ക്ലിയർ? സോ in the case of concave mirror, the light ray fall on the reflecting surface of concave mirror that is passing through the center of curvature retraces or returns through the same path. Clear? The light in the case of concave mirror, the light ray passing through the center of curvature after reflection retraces or returns through the same path. And in the case of convex mirror, the light ray that directed towards the center of curvature retraces or returns through the same path. Center of curvature നേരെ വരുന്ന ലൈറ്റ് റേ റിഫ്ലക്ഷന് ശേഷം റീട്രേസ് ചെയ്യും, വന്ന അതേ വഴിയെ തന്നെ പാസ് ചെയ്ത് പോകും. ക്ലിയർ? ഇനി മൂന്നാമതൊരു ലൈറ്റ് റേ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഫോക്കസിൽ കൂടെ വരുന്ന ലൈറ്റ് റേ. ഫോക്കസിൽ കൂടെ വരുന്ന ലൈറ്റ് റേ പാരലായിട്ട് പോകും. ഇവിടെയും ഫോക്കസിന് നേരെ വരുന്ന ലൈറ്റ് റേ, ഇപ്പൊ ഇതാണ് ഫോക്കസ് എങ്കിൽ ഫോക്കസിന് നേരെ വരുന്ന ലൈറ്റ് റേ പാരലായിട്ട് പോകും. ക്ലിയർ? ഫോക്കസിന് നേരെ വരുന്ന ലൈറ്റ് റേ പാരലായിട്ട് പോകും. നല്ലവണ്ണം മനസ്സിലായാലും ഒരു കാര്യം ചെയ്യാം, ഈ ഡയഗ്രത്തിൽ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഡയഗ്രത്തിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഇവിടെ ഞാൻ 3 മിറർ വരയ്ക്കുകയാണ്, 1, 2 and 3. ഇവിടെയും ഞാൻ 3 മിറർ വരയ്ക്കുകയാണ്, 1, 2 and 3. ഇത് 3ഉം കോൺകേവ് മിററുകളാണ്. 3ഉം കോൺകേവ് മിറേഴ്സ് ആണ്. ഇവിടെ ഇത് 3ഉം കോൺവെക്സ് മിററുകളാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ക്ലിയർ? പോൾ ഞാൻ ഇവിടെ വരച്ചു, ഓരോന്നിലും പോൾ മാർക്ക് ചെയ്യുകയാണ്. സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു, ഫോക്കസും മാർക്ക് ചെയ്തു. വ്യക്തമായി കാണാമെന്ന് കരുതുന്നു. ഇവിടെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്നാൽ ഫോക്കസിൽ കൂടെ പോകും, ഫോക്കസിൽ കൂടെ വന്നാൽ പാരലായിട്ട് പോകും. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ വന്നാൽ വന്നതുപോലെ തിരിച്ചു പോകും. ക്ലിയർ? ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ, പോൾ, ഫോക്കസ്, പോൾ, ഫോക്കസ്. പാരലായിട്ട് വന്നാൽ ഫോക്കസിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ തോന്നും. സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, പോൾ. ഫോക്കസിന് നേരെ വന്നാൽ പാരലായിട്ട് പോകും, ഫോക്കസിന് നേരെ വന്നാൽ പാരലായിട്ട് പോകും. ഇവിടെ അഗെയിൻ സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, പോൾ. സെന്റർ ഓഫ് കർവേച്ചറിന് നേരെ വന്നാൽ റീട്രേസ് ചെയ്യും. ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യം. ക്ലിയർ?
ഒന്നുകൂടെ. First case, concave mirror. The light ray fall on the reflecting surface parallel to the principal axis. After reflection, pass through the or move through the principal focus. Then the light ray fall on the reflecting surface passing through the principal focus. After reflection, move parallel to the principal axis. And the light ray that fall on the reflecting surface passing through the center of curvature retraces. Here in the case of convex mirror, the light ray that fall on the reflecting surface parallel to the principal axis seems to diverge from the principal focus. The light ray that directed towards the principal focus after reflection move parallel to the principal axis. And the light ray that directed towards the center of curvature retraces. ഈ 3 ലൈറ്റ് റേസിൻ്റെയും കേസുകൾ നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് റേ ഡയഗ്രംസ് വ്യക്തമായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ സിലബസിൽ റേ ഡയഗ്രത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കിനി അടുത്ത് പഠിക്കേണ്ടത് ഈ റേ ഡയഗ്രംസ് വരയ്ക്കാനും പിന്നെ റിഫ്രാക്ഷൻ എന്ന ടോപ്പിക്കിലേക്കാണ് പോകേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ക്ലാസ്സിൽ ഞാൻ എടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ. നമസ്കാരം.